ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ഈശ്വര സാക്ഷാത്കാരം എന്നൊരു ലക്ഷ്യം ജീവിതത്തിനുണ്ടെന്ന് അറിയാതെ ഈ ലോക ജീവിതത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ജീവിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ ദുഃഖിക്കുന്നത് എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു. അങ്ങനെയുള്ളവരെയും കൂടെ അങ്ങ് കരകയറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ ഭഗവാൻ തിരിച്ചെന്നോട് പറയുന്നുണ്ടാവാം, അവരെ ഉപദേശിച്ച് സംസാര നിർമുക്തിക്കുള്ള വഴികാട്ടി കൊടുക്കുവാൻ ഒരുപാട് ഋഷിമാരവിടെ ഉണ്ടല്ലോ, അവരുടെ കാര്യം, അതായത് ഇത്തരത്തിലുള്ളവരുടെ കാര്യം ഋഷിമാർ നോക്കും. നീ നിനക്ക് നിന്റേതായ രീതിയിൽ സാധന ചെയ്ത് സ്വയം മുക്തി കൈവരിക്കാൻ നോക്കൂ എന്നാണ് ഭഗവാൻ പ്രതികരിക്കുന്നതെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം എന്ന രീതിയിൽ 44-ാമത്തെ ശ്ലോകം പറയുന്നു. പ്രായേണ ദേവ മുനയഃ സ്വവിമുക്തികാമാഃ മൗനം ചരന്തി വിജനേ ന പരാർത്ഥനിഷ്ഠാഃ നയേതാൻ വിഹായ കൃപണാൻ വിമുമുക്ഷ ഏകഃ ന അന്യം ത്വദസ്യ ശരണം ഭ്രമതഃ അനുപശ്യേ. ഹേ ദേവ, മുനയഃ ഋഷിമാർ പ്രായേണ മിക്കവാറും സ്വവിമുക്തികാമാഹ അവർ അവരുടെ മുക്തിയെ മാത്രം കാക്ഷിച്ചുകൊണ്ട് കഴിയുന്നതും വിജനേ ജനബാധയില്ലാത്ത ദിക്കിൽ മൗനം ചരന്തി മൗനവ്രതം ആചരിക്കുന്നു. ഇങ്ങനെ തങ്ങളെ വഴി നടത്താനുള്ളവർ ആരാണെന്ന് പോലും അറിയാതെയാണ് ജനങ്ങൾ ഇരിക്കുന്നത്. കാരണം ഇങ്ങനെ വഴി നടത്താൻ സാധിക്കുന്നവർ ഏതോ ഒരു ഏകാന്ത സ്ഥലത്ത് പോയിട്ട് അവർ മൗനവ്രതത്തിലിരിക്കുന്നു. അവർക്ക് മറ്റുള്ളവരെ കൂടെ കടത്തിവിടണം എന്ന് ആഗ്രഹമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പരാർത്ഥ നിഷ്ഠാഹന, അവർക്ക് സ്വയം മുക്തി കൈവരിക്കണം എന്നേ ഉള്ളൂ. എന്നാൽ ഏതാൻ കൃപണാൻ വിഹായ, ഇങ്ങനെയുള്ള ഈ ദയനീയന്മാരെ കൈവിട്ടിട്ട് എനിക്ക് മോക്ഷം ഒറ്റയ്ക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഏകഃ ന വിമുമുക്ഷേ, ഒറ്റയ്ക്ക് ഞാൻ മോക്ഷം ആഗ്രഹിക്കുന്നില്ല. അതേസമയം അങ്ങേക്ക് മാത്രമേ ഇവരെയും രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഭ്രമതഃ അസ്യ, ഈ ചുറ്റി അലയുന്ന ജീവരാശിക്ക് ത്വത് അന്യം, അവിടുന്നല്ലാതെ വേറെ ശരണം, മറ്റൊരു രക്ഷാപദവും ന അനുപശ്യേ, ഞാൻ കാണുന്നില്ല. 45-ാമത്തെ ശ്ലോകം. യത് മൈഥുനാദി ഗൃഹമേധി സുഖം ഹി തുച്ഛം കണ്ടൂയനേന കരയോഹോ ഇവ ദുഃഖം തൃപ്യന്തിന ഇഹ കൃപണാഃ ബഹുദുഃഖഭാജഃ കണ്ടൂദിവത് മനസിജം വിഷഹേത ധീരഃ. മൈഥുനാദി ഗൃഹമേധി സുഖം യത്, സ്ത്രീ സംഘം മുതലായി ഗൃഹസ്ഥാശ്രമികൾക്കുണ്ടാവുന്ന സുഖം യാതൊന്നാണോ അത്, കരയോഹോ രണ്ട് കരങ്ങളുടെ, കണ്ടൂയനേന ചൊറിച്ചിൽ കൊണ്ട് ഉണ്ടാവുന്ന, ഇവഹി അതുപോലെ ആ സുഖം പോലെ തന്നെ തുച്ഛം നിസ്സാരമാണ്. നമുക്ക് ഒരു കൊതുക് കടിച്ചാൽ അവിടെ ചൊറിയുമ്പോൾ ഒരു സുഖമാണ്, എന്നാൽ ചൊറിഞ്ഞുകൊണ്ടേ ഇരുന്നാൽ അത് പൊട്ടി വ്രണമാകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഈ കാമസുഖം എന്നത് രസമാണ്, പക്ഷേ അത് എത്ര അനുഭവിച്ചാലും അതിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല കിട്ടാതിരിക്കുമ്പോൾ ദുഃഖം, ദുഃഖത്തിനുമേൽ ദുഃഖമേൽപ്പിക്കുന്നതുമാകുന്നു. ഇങ്ങനെ കൃപണാഹ, പാവപ്പെട്ട ഈ മനുഷ്യവർഗം, ഈ ഭൂമിയിലെ ജനങ്ങൾ, ബഹുദുഃഖഭാജഃ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നവരായിട്ട് കൂടി ഇഹ ന തൃപ്യന്തി, ഈ ലൗകിക സുഖത്തിൽ തൃപ്തരാകുന്നില്ല. ധീരഃ സ്ഥിരപ്രജ്ഞൻ കണ്ടൂതിവത്, ചൊറിച്ചലിനെ എങ്ങനെയാണോ അവഗണിക്കുന്നത് അതുപോലെ ഇങ്ങനെ ഈ ഈശ്വരനെ അറിയുന്നവർ മനസിജം വിഷഹേത, കാമവേഗത്തെ ചെറുക്കുന്നതാണ്. അവർ അതിനെ
പരിഗണിക്കുന്നില്ല. അവർ ആ ശ്രദ്ധ മാറ്റിയിട്ട് മനസ്സിനെ അവിടെ നിന്ന് ഭഗവാനിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ലൗകിക സുഖത്തെ ചെറുക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ അത് അനുഭവിച്ച് തീർക്കാം എന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. എത്രത്തോളം മനസ്സ് ഭഗവാനിൽ വെക്കുന്നുവോ അത്രത്തോളം മാത്രമേ നമുക്ക് ഈ ലൗകിക സുഖ ഭോഗങ്ങളിൽ നിന്ന് മനസ്സിനെ വിടുവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പ്രഹ്ലാദനെ പോലെ ഒരു ബാലൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു? അതിനുള്ള ആ അനുഭവം ഒന്നുമില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ എന്നാണെങ്കിൽ ഇതൊക്കെ ഒരു ജീവൻ മുക്ത അവസ്ഥയിൽ ഇരിക്കുന്ന യോഗിയുടെ വാക്കുകളായിട്ട് കണ്ടാൽ മതി. അതായത് പ്രഹ്ലാദൻ തന്നെ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ട്, ഇതെന്റെ ആദ്യത്തെ ജന്മമൊന്നും ആയിരിക്കില്ല, എത്രയോ കാലമായിട്ട് ഞാനിവിടെ വന്നും പോയും ഇരിക്കുന്നു. അപ്പോൾ ഏതോ ജന്മത്തിൽ അനുഭവിച്ച തൻ്റെ ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഒരു ജീവൻ മുക്താവസ്ഥയിലിരിക്കുന്ന പ്രഹ്ലാദൻ സംസാരിക്കുന്നത്, ഇങ്ങനെ പറയുന്നത്. അതിനെല്ലാം ഉപരി ഇത് വ്യാസഭഗവാന്റെ രചനയാണ്. അപ്പോൾ വ്യാസഭഗവാൻ തനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഓരോ സ്തുതിയിലൂടെ പറയുന്നത്. അധ്യാത്മരാമായണത്തിൽ എങ്ങനെയാണോ എഴുത്തച്ഛൻ തനിക്ക് ഭഗവാനോട് പറയാനുള്ളതൊക്കെ ഓരോ സ്തുതിയിലൂടെ പറഞ്ഞത്, അതുപോലെ തന്നെയാണ് ഇതും. 46-ാമത്തെ ശ്ലോകം. മൗനവ്രത ശ്രുത തപോധ്യയന സ്വധർമ്മ വ്യാഖ്യാ രഹോ ജപ സമാധയ ആപവർഗ്യാഃ പ്രായ പരം പുരുഷാതേ തു അജിതേന്ദ്രിയാണാം വാർത്താ ഭവന്തി ഉത നവ അത്ര തു ദാംഭികാനാം. മൗനവ്രത ശ്രുത തപഃ. ഈശ്വരനെ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില ചിട്ടകളുണ്ട്. മൗനമായിട്ടിരിക്കുക, ഇനി അല്ലാതെയുള്ള വ്രതാനുഷ്ഠാനങ്ങൾ. ശ്രുതം എന്നാൽ സത്കഥാദിശ്രവണം, തപഃ തപശ്ചര്യ, അധ്യയനം വേദാധ്യയനം, പിന്നെ സ്വധർമാചരണം. അത് വളരെ കൃത്യമായി ചെയ്താലും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വ്യാഖ്യ, ശാസ്ത്ര അർത്ഥങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി രഹഃ ഏകാന്തവാസം, ജപഃ ഭഗവൻ നാമ ജപം, സമാധയഃ ധ്യാനത്തിലിരിക്കുക. ഇവയൊക്കെ ആപവർഗ്യാഃ മോക്ഷസാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ഹേ പുരുഷ, അല്ലയോ ഭഗവാനെ, തേതു ഇവയൊക്കെ പ്രായഃ മിക്കവാറും അജിതേന്ദ്രിയാണ്. ഇതൊക്കെ എത്ര കാലം ചെയ്തിട്ടും ഇന്ദ്രിയ ജയം സാധിക്കാത്തവർക്ക് ഇത് വെറുതെ ഒരു ചിട്ടയായിട്ട് ഇങ്ങനെ പോകും. അത്രതു വാർത്താപരം. ഇത് ഈ ലോകത്തിൽ രാവിലെ എഴുന്നേൽക്കുന്നു, പൂജാമുറിയിൽ പോകുന്നു, വിളക്ക് കത്തിക്കുന്നു, ഇടയ്ക്കിടെ വ്രതമെടുക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, എന്നിട്ട് മനസ്സിനെ അടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ്. അതേസമയം ഞാൻ ഇതൊക്കെ ചെയ്യുന്നു എന്ന് ദാംഭികാനം, ദംഭം കാണിക്കുന്നവർക്ക് ഇതുപോലും ഉണ്ടാവില്ല. അതായത് മനസ്സിനൊരു സുഖം പോലും ഉതനവ, അത് ഉണ്ടായില്ലെന്ന് വരാം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ദ്രിയ ജയമാണ്. അത് സാധിച്ചെങ്കിലേ ഈ പറഞ്ഞതിനൊക്കെ ഫലമുള്ളൂ. 47-ാമത്തെ ശ്ലോകം. രൂപേ ഇമേ സദസതി തവ വേദ സൃഷ്ടേ ബീജാങ്കുരൗ ഇവ ന ച അന്യത് അരൂപകസ്യ യുക്താഃ സമക്ഷം ഉഭയത്ര വിചിന്വതേ ത്വം യോഗേന വഹ്നിം ഇവ ദാരുഷു ന അന്യത സ്യാത്. ബീജാങ്കുരൗ വിത്തും മുളയും ഇവ എന്നതുപോലെ ബന്ധപ്പെട്ട സത് അസതി കാരണവും കാര്യവുമാകുന്ന ഇമേ രൂപേ ഈ രണ്ട് രൂപങ്ങൾ തവ വേദ സൃഷ്ടേ അങ്ങേക്ക് വേദത്താൽ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. അതായത് വിത്തും മുളയും എന്നതുപോലെ അന്യോന്യ പൂരകങ്ങളായ രണ്ട് രൂപങ്ങൾ അങ്ങേക്കുണ്ടെന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഒന്ന് കാരണരൂപം, മറ്റൊന്ന് കാര്യരൂപം. കാരണരൂപമായിട്ടുള്ള ബ്രഹ്മം, കാര്യരൂപമായിട്ടുള്ള പ്രപഞ്ചം. എന്നാൽ വാസ്തവത്തിൽ ഇവ രണ്ടിലും ഭഗവാന്റെ ചൈതന്യമുണ്ട് എന്നല്ലാതെ ഭഗവാന് വേറെ ഭൗതികമായ രൂപമില്ല. അതാണ് അരൂപകസ്യ. പ്രാകൃതികമായിട്ട് രൂപമില്ലാത്ത അങ്ങേക്ക്
അന്യത് നച്ച മറ്റൊരു രൂപം ഇല്ല തന്നെ. യുക്താഹ യോഗിമാർ യോഗേന ഭക്തിയോഗത്തിലൂടെ ഉഭയത്ര കാര്യകാരണങ്ങളിൽ പ്രവേശിച്ച ത്വാം അങ്ങയെ ദാരുഷു വന്യം ഇവ അരണിമരക്കട്ടകൾ കടഞ്ഞാൽ അഗ്നി പുറത്തേക്ക് വരും എന്നതുപോലെ അങ്ങയെ ഭക്തിയാകുന്ന അരണിയിട്ട് കടഞ്ഞ് വിചന്വതേ അവർ സ്വയമേവ തങ്ങളുടെ മുന്നിൽ ഭഗവാനെ വരുത്താനായിട്ടിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാതെ അന്യതഃ ന സ്യാത് മറ്റൊന്നിൽ നിന്നും അങ്ങയുടെ സാക്ഷാത്കാരം ഉണ്ടാവുകയില്ല. നിരന്തരം മഥനം ചെയ്താലാണ് രണ്ട് അരണികൾ കൂട്ടി യോജിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു അരണിയിൽ മറ്റൊരു അരണി ഇങ്ങനെ കടയുമ്പോഴാണ് അതിൽ അഗ്നി ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഭക്തിയോഗത്താൽ നമ്മുടെ മനസ്സിനെ കടഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് ഈശ്വരനെ സാക്ഷാത്കരിക്കണം. അല്ലാതെ നിങ്ങൾ എത്രയൊക്കെ നാമം ജപിച്ചാലോ സത്കഥകൾ കേട്ടാലോ സത്സംഗത്തിന് പോയാലോ ഈ ഒരു വിചാരം ചെയ്യുന്നില്ല എങ്കിൽ ഭഗവാനെ അറിയാൻ സാധിക്കുകയില്ല. ഇവിടെ ഭഗവാൻ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുകയാണ്. 48-ാമത്തെ ശ്ലോകം. ത്വം വായുഹു അഗ്നിഹി അവനിഹി വിയത് അംബുമാത്രാഹ പ്രാണ ഇന്ദ്രിയാണി ഹൃദയം ചിത് അനുഗ്രഹഃ ച സർവം ത്വം ഏവ സഗുണഃ വിഗുണഃ ച ഭൂമൻ ന അന്യത് ത്വദസ്തി അപി മനോവചസാ നിരുക്തം. ഹേ ഭൂമൻ, വായു, അഗ്നി, അവനി ഭൂമി, വിയത്ത് ആകാശം, അംബു ജലം, മാത്രാഹ തന്മാത്രകൾ, പ്രാണ ഇന്ദ്രിയാണി ഹൃദയം, ചിത് ചിത്തം, അനുഗ്രഹഃ അഹങ്കാരവും അങ്ങ് തന്നെയാകുന്നു. ചത്വം സഗുണഃ വിഗുണഃ ച സഗുണനായും നിർഗുണനായും അങ്ങ് വർത്തിക്കുന്നു. മനോവചസാ നിരുക്തം മനസ്സാലും വചസ്സാലും നിർവചിക്കപ്പെട്ടത് സർവം ത്വം ഏവ എല്ലാം അങ്ങ് തന്നെയാണ്. ത്വദപി അന്യത് ന അസ്തി അങ്ങല്ലാതെ ഇവിടെ അന്യമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. 49-ാമത്തെ ശ്ലോകം. നയേതേ ഗുണ ന ഗുണിനോ മഹദാദയോയേ സർവേ മനഃപ്രഭൃതയ സഹദേവമർത്യാഹ ആദ്യന്തവന്ത ഉരുഗായ വിതന്തിഹി ത്വാം ഏവം വിമൃശ്യ സുധിയോ വിരമന്തി ശബ്ദാത്. ഏതേ ഗുണാഹ ഇങ്ങനെയുള്ള സത്വാദി ഗുണങ്ങളും മഹദാദയ മഹത്തത്വാദികളും മനഃപ്രഭൃതയ മനസ്സ് മുതലായവും സഹദേവമർത്യാഹ ദേവന്മാർ മനുഷ്യർ എന്നിവരെല്ലാം ഉൾക്കൊള്ളുന്ന ഗുണിനഹയെ ഗുണാഭിമാനികളായ യാവരൊക്കെ ഉണ്ടോ യാവ ചിലരുണ്ടോ അവരും ആദ്യന്തവന്തഃ ആദിയും അന്തവും ഉള്ളവരാകുന്നു. അപ്പോൾ തുടക്കവും ഒടുക്കവുമുള്ള നമുക്കും ദേവന്മാർക്കും ഒന്നും ഹി ത്വാം അങ്ങയെ ന വിദന്തിയേവ അറിയാൻ സാധിക്കുന്നില്ല. ഉരുകായ അങ്ങനെ പല രീതിയിൽ കീർത്തനീയനായിട്ടുള്ള അല്ലയോ ഭഗവാനെ സുധിയഃ വിദ്വാൻമാർ ഏവം വിമൃശ്യ ഇപ്രകാരം ചിന്തിച്ച് ശബ്ദാത് വിരമന്തി ശബ്ദപ്രധാനമായ വേദത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഭഗവാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ വേദ വസ്തുതകൾ പോലും വേദസൂക്തങ്ങൾ ഉരുവിടുന്നതിൽ നിന്ന് വിരമിച്ച് മനസംയമനത്തിലൂടെ ഭഗവാനെ ഉപാസിക്കുകയാണ് യഥാർത്ഥ ഭക്തന്മാർ ചെയ്യുന്നത്. അതല്ലാതെ ഇത് തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതായത് വളരെ ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, പഞ്ചസാര മധുരമാണ്, പഞ്ചസാര ഇങ്ങനെ സ്ക്വയർ കട്ടാണ്, പഞ്ചസാര വെളുത്തതാണ്, ഇങ്ങനെ പഞ്ചസാര അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? മറിച്ച് ആ പഞ്ചസാര എടുത്ത് നുണഞ്ഞാൽ പോരെ. ഇതേപോലെ ഭഗവാനെ നിങ്ങൾ നുണഞ്ഞാൽ മതി. ഈ പ്രകൃതിയിൽ എവിടെയും ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി നുണഞ്ഞാൽ മതി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഭാഗവതത്തിലെ അത്രയും പ്രസക്തമായ ഭാഗങ്ങൾ, കഥകളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയും. പക്ഷെ ഇത്തരം സ്തുതികൾ, അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ, അതായത് പുതിയതായിട്ട് ഇതുവരെ കേൾക്കാത്ത എന്തെങ്കിലും ഒരു വിഷയം അതിലുണ്ടെങ്കിൽ മാത്രമേ
ഞാൻ പറയുകയുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് വേദ അധ്യയനാദികൾ ചിത്തശുദ്ധി വരുത്തും എന്നല്ലാതെ നമ്മെ ആത്മതത്വത്തിലേക്ക് എത്തിക്കുന്നില്ല. അതിന് നിരന്തരമായ വിചാരം വേണം, നമ്മുടെ കാഴ്ചപ്പാട് മാറ്റണം, ഹൃദയശുദ്ധി വരുത്തണം, ഭഗവാനെ അനുഭവിക്കുകയാണ് വേണ്ടത്. അത് ഭാഗവതത്തിൽ തന്നെ അങ്ങനെ പറയുകയാണ്. അപ്പൊ 50-ാമത്തെ ശ്ലോകത്തോടു കൂടെയാണ് ഈ സ്തുതി ഉപസംഹരിക്കുന്നത്. തത്തേ അർഹത്തമ നമസ്തുതി കർമ്മപൂജാഹ കർമ്മസ്ഥിതി ചരണയോഹോ ശ്രവണം കഥായാം സംസേവയാ ത്വയി വിനേതി ഷഡംഗയാ കിം ഭക്തിം ജനഃ പരമഹംസ ഗതൗ ലഭേത. ഹേ അർഹത്തമ, സംപൂജ്യനായുള്ള അല്ലയോ ഭഗവാനെ, തത് തേ, അതുകൊണ്ട് അങ്ങേക്കായിട്ട് നമസ്തുതി കർമ്മപൂജാഹ കർമ്മചരണയോഹോ സ്മൃതി കഥായാം ശ്രവണം, അതായത് നമസ്കാരം, സ്തോത്രം, സമസ്ത കർമ്മർപ്പണം, പരിചരണം, തൃപ്പാദങ്ങളുടെ സ്മരണം, കഥയിലുള്ള ശ്രവണാസക്തി, ഇങ്ങനെയുള്ള 6 അംഗങ്ങൾ, ഇങ്ങനെയുള്ള ഉപചാരങ്ങളോടുകൂടി സംസേവയ, നല്ല സേവനത്തോടു കൂടാതെ, വിനാ പരമഹംസഗതൗ, പരമഹംസന്മാരുടെ പ്രാപ്യസ്ഥാനമായ ത്വയി, അങ്ങയിൽ ജനഹ ഭക്തിം ലഭേതകിം, ജനത്തിന് ഭക്തിയെ ലഭിക്കുമോ? അതുകൊണ്ട് ദാസ്യയോഗത്തെ തന്നനുഗ്രഹിക്കുവാൻ കനിവുണ്ടാകണം എന്ന് പറഞ്ഞാണ് ഈ ഭാഗവതത്തിലെ പ്രഹ്ലാദ സ്തുതി അവസാനിക്കുന്നത്. നാരദ ഉവാച, 51-ാമത്തെ ശ്ലോകം. ഏതാവത് വർണ്ണിത ഗുണോ ഭക്ത്യാ ഭക്തേന നിർഗുണഃ പ്രഹ്ലാദം പ്രണതം പ്രീതോ യദമന്യുഹു അഭാഷത. ഭക്തേന, ഭക്തനാൽ, ഭക്ത്യ, ഭക്തിയോടെ, ഏതാവത് വർണ്ണിത ഗുണഃ, ഇങ്ങനെയൊക്കെ വർണ്ണിക്കപ്പെട്ട ഗുണങ്ങളോടുകൂടിയവനും, നിർഗുണഃ, എന്നാൽ നിർഗുണനായും ഇരിക്കുന്ന ഭഗവാൻ, യതമന്യുഹു, അങ്ങനെ ഭഗവാന്റെ ആ കോപം ശമിച്ചു, എന്നിട്ട് പ്രീതഃ, സന്തുഷ്ടനായി ഭവിച്ച്, പ്രണതം പ്രഹ്ലാദം, തന്നെ വീണു വണങ്ങി നിൽക്കുന്ന പ്രഹ്ലാദനോട് ഇപ്രകാരം അഭാഷത, ഇങ്ങനെ പറഞ്ഞു. ശ്രീ ഭഗവാൻ ഉവാച. 52-ാമത്തെ ശ്ലോകം. പ്രഹ്ലാദ ഭദ്ര ഭദ്രം തേ പ്രീതഃ അഹം തേ അസുരോത്തമ വരം വൃണീഷ്വ അഭിമതം കാമപൂരഃ അസ്മി അഹം നൃണാം. ഹേ പ്രഹ്ലാദ, ഭദ്ര, ശ്രേഷ്ഠനായ ശോഭനമായിട്ടുള്ള ആത്മാവോടുകൂടിയ അലയോ പ്രഹ്ലാദ, തേ ഭദ്രം, നിനക്ക് സ്വസ്തി ഭവിക്കട്ടെ. ഹേ അസുരോത്തമ, അഹം തേ പ്രീതഃ, ഞാൻ നിന്നിൽ പ്രസന്നനായിരിക്കുന്നു. അഭിമതം വരം വൃണീഷ്വ, നിനക്ക് വേണ്ടുന്ന വരത്തെ വരിച്ചുകൊള്ളുക. അഹം നൃണാം, ഞാൻ ജീവരാശികളുടെ കാമപൂരഃ അസ്മി, ആഗ്രഹങ്ങളെ നിറവേറ്റുന്നവൻ ആകുന്നു. 53-ാമത്തെ ശ്ലോകം. മാം അപ്രീണതഃ ആയുഷ്മൻ ദർശനം ദുർലഭം ഹി മേ ദൃഷ്ട്വാ മാം ന പുനഃ ജന്തുഃ ആത്മാനം തപ്തും അർഹതി. ഹേ ആയുഷ്മൻ, മാം അപ്രീണതഃ, എന്നെ പ്രസാദിപ്പിക്കാത്തവന്, മേ ദർശനം, എന്റെ സാക്ഷാത്കാരം, ദുർലഭം ഹി, ലഭിക്കുക പ്രയാസമാണല്ലോ. മാം ദൃഷ്ട്വാ, എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ, ജന്തുഹു, ഒരു പ്രാണിയും, ആത്മാനം തപ്തും, സ്വയം തപിക്കുവാൻ ന അർഹതി, അർഹിക്കുന്നില്ല. എന്നെ അറിയുന്നതുവരെ മാത്രമേ ഈ ലോകത്ത് ജന്തുക്കൾക്ക് ദുഃഖമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുഃഖമില്ല. അവിടെയും ഓർക്കണം, ഭഗവാനെ കിട്ടുക എന്നതാണ് പ്രധാനം, ഭഗവാനെ കുറിച്ച് കേൾക്കുകയല്ല. അതായത് ഭഗവാന്റെ കഥകൾ കേൾക്കാം, അല്ലാതെ ഭഗവാൻ ഇങ്ങനെയാണ് എന്ന് കേട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഭഗവാനെ കിട്ടുകയാണ് പ്രധാനം. 54-ാമത്തെ ശ്ലോകം. പ്രീണന്തി ഹി അധമാം ധീരാഹ സർവഭാവേന സാധവഃ ശ്രേയസ്കാമാ മഹാഭാഗാഹ സർവാസാം ആശിഷാം പതിം. അഥ, അതുകൊണ്ട്, ധീരാഹ സാധവഃ, സ്ഥിരപ്രജ്ഞന്മാരും ശുദ്ധചരിതന്മാരും, ശ്രേയസ്കാമാഹ, ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നവരുമായ, മഹാഭാഗാഹ, ഭാഗ്യശാലികൾ, സർവാസാം ആശിഷാം, എല്ലാ തരത്തിലുമുള്ള കാമിതങ്ങളുടെയും പതിം, മാം, പാലകനായ എന്നെ, സർവഭാവേന പ്രീണന്തി, എല്ലാ പ്രകാരത്തിലും പ്രസാദിപ്പിക്കുന്നു.
എന്നാൽ 55-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഏവം പ്രലോഭ്യമാനഃ അപി വരൈഹി ലോകപ്രലോഭനൈഹി ഏകാന്തിത്വാത് ഭഗവതി ന ഐച്ഛത് താൻ അസുരോത്തമഃ. ഏതൊരാളെയും പ്രലോഭിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ഒരു വരം കിട്ടുക എന്നത്. അപ്പോൾ ഭഗവാൻ പ്രസാദിച്ചിട്ട് ഞാൻ എന്ത് വരമാണ് തരേണ്ടത് എന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഏതൊരാളും ചോദിക്കും എന്നാണ്. പക്ഷേ ലോകപ്രലോഭനൈഹി വരൈഹി, സാധാരണ ജനങ്ങളെ പ്രലോഭിപ്പിക്കുന്നവരൈഹി, വരങ്ങൾ കൊണ്ട്, ഏവം പ്രലോഭ്യമാനഃ അപി, ഇപ്രകാരം പ്രലോഭിപ്പിക്കപ്പെട്ടവനായെങ്കിലും, അസുരോത്തമഃ, അസുരന്മാരിൽ ഉത്തമനായ പ്രഹ്ലാദൻ, ഭഗവതി, ഭഗവാനിൽ, ഏകാന്തിത്വാത്, നിരുപാധിക ഭക്തി ഉള്ളവനാകയാൽ, താൻ ന ഐച്ഛത്, അവയെ ആഗ്രഹിക്കുകയുണ്ടായില്ല. ഭഗവാൻ സന്തോഷത്തോടെ പറഞ്ഞു വരങ്ങൾ സ്വീകരിക്കൂ. പക്ഷെ പ്രഹ്ലാദൻ ഭക്തിയോടുകൂടെ ഭഗവാനിലുള്ള ആ ഭക്തിയിൽ ഉറച്ചുകൊണ്ട് ഒരു വരവും ആഗ്രഹിക്കാതെ ഇരിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് 9-ാമത്തെ അധ്യായം അവസാനിക്കുന്നു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം 7-മസ്കന്ധേ പ്രഹ്ലാദചരിതേ ഭഗവത് സ്തവോ നാമ 9-മോ അധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.